നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ക്രമക്കേടുകൾ, അതായത് 79ഓളം ലോക്സഭാ മണ്ഡലങ്ങളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിഷയം ആളിക്കത്തുക തന്നെയാണ്. അതിന് കാരണമാകുന്നത് നിലവിൽ ജമ്മു ആൻഡ് കാശ്മീരിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വേളയിൽ വീണ്ടും കൃത്യമായും ഇലക്ട്രൽ ബാലറ്റ്, അതായത് പേപ്പർ ബാലറ്റ് കൊണ്ടുവരുന്ന സംവിധാനം കൊണ്ടുവരണം. അതായത് EVM എത്രത്തോളം അത് വിശ്വാസ്യതയുള്ളതാണ് എന്നുള്ളതിൽ പലർക്കും സംശയമുണ്ട്. കോൺഗ്രസ് പറയുന്നത് EVMൽ തിരിമറിയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയരുന്നത് കൊണ്ട് തന്നെ EVMൽ തങ്ങൾക്കും പരിപൂർണമായി വിശ്വാസം ഇല്ല. പേപ്പർ ബാലറ്റ് കൊണ്ടുവരികയാണെങ്കിൽ അത് അത്യുത്തമമായിരിക്കും. 79ഓളം ലോക്സഭാ സീറ്റുകളുടെ വിധി നിർണയം തീർച്ചയായും ഭരണത്തിൻ്റെ ചക്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന കാര്യമായിരുന്നു. കാരണം വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണിയും NDAയും ഒപ്പത്തിനൊപ്പമായിരുന്നു. ഒരുപക്ഷെ NDA പോലും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള പ്രകടനം ഇന്ത്യ മുന്നണി ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടത്തിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടത് ഉത്തരേന്ത്യൻ മേഖലയിൽ തന്നെയാണ്. ഉത്തർപ്രദേശിലും ബീഹാറിലും ഇന്ത്യ മുന്നണിക്ക് മികച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഉത്തർപ്രദേശിലാണ്. ബീഹാറിൽ അത് വോട്ട് ഷെയറായി വർദ്ധിച്ചുവെങ്കിലും സീറ്റുകളായി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല. അവിടെ വോട്ട് ഷെയർ വർദ്ധിച്ചു എന്നുള്ളത് മാത്രമല്ല, സീറ്റുകളായി വർദ്ധിക്കുകയും ചെയ്തു. 44 സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചപ്പോൾ BJP സഖ്യം 36 സീറ്റിലേക്ക് ഒതുങ്ങുകയായിരുന്നു. അതായത് അപരാധങ്ങളും BJPയും ചേർന്നുകൊണ്ടുള്ള സഖ്യമാണ് 36 സീറ്റുകളിലേക്ക് ഒതുങ്ങിയത്. ഇവിടെയാണ് കൃത്യമായും കോൺഗ്രസിൻ്റെ അടുത്ത ആരോപണം നിലനിൽക്കുന്നത്, ഏറ്റവും ശക്തമായി നിലനിൽക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതായത് പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്രിമം കാണിക്കാൻ കഴിയില്ല. 2.03 കോടി വോട്ടർമാരാണ് ഹരിയാനയിലുള്ളത്. ജമ്മു ആൻഡ് കാശ്മീരിൽ 86 ലക്ഷം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത കുറവ് വന്നാൽ സ്വാഭാവികമായും ഇന്ത്യയിലെ ജനങ്ങൾക്ക്, ഭാരതീയർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിശ്വാസക്കുറവുണ്ടാകും. ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും അത് ജനങ്ങൾക്ക് കൃത്യമായി മെസ്സേജ് നൽകുന്ന വിധത്തിലായിരിക്കണം നടത്തിക്കേണ്ടത്. അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായം വരും. ഇതുപോലുള്ള സംശയങ്ങൾ കൃത്യമായി വരിക തന്നെ ചെയ്യും. 79 ലോക്സഭാ സീറ്റിലെ ഈ കണക്ക് അത് ഒരു ഉമ്മിത്തി പോലെ ജനങ്ങൾക്കിടയിൽ സംശയത്തിൻ്റെ നിഴൽ ഇപ്പോഴും വിതറിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്നും രക്ഷപ്പെടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒട്ടേറെ വിഷയങ്ങൾ പല രീതിയിലും അന്താരാഷ്ട്ര സർവേകൾ ഉൾപ്പെടെ വന്നിരിക്കുന്നു. ഈ ഇലക്ഷൻ പ്രക്രിയയിൽ എന്തൊക്കെ രീതിയിലുള്ള ടാപ്പറിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയത്തിൻ്റെ മുൾമുനയിലാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് നിയമ നടപടിക്ക് വേണ്ടി നീങ്ങുന്നത്. ഹരിയാനയിലും ജമ്മു ആൻഡ് കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്ന സന്ദേശമാണ് കോൺഗ്രസ് നൽകുന്നത്. ഒപ്പം ഈ 79 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ 79 ലോക്സഭാ സീറ്റുകൾ ഏതാണ് എന്ന് കൃത്യമായി ലിസ്റ്റ് ചെയ്യണം എന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിക്കുന്നു.